ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിൽ ഒന്നാമതായി ശപിക്കപ്പെട്ടു എന്ന പ്രയോഗം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് ശാപമുണ്ടായി. മനുഷ്യൻ പാപം ചെയ്തത് മൂലം ഭൂമിക്ക് ശാപമുണ്ടായി. പാമ്പിനോട് ദൈവം കൽപ്പിച്ചു, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. പാമ്പ് ശപിക്കപ്പെട്ടു. മനുഷ്യൻ്റെ പാപം മൂലം ഭൂമി ശപിക്കപ്പെട്ടു. മനുഷ്യനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച പാമ്പ് ശപിക്കപ്പെട്ടു. മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യൻ വസിക്കുന്ന ഭൂമി ശപിക്കപ്പെട്ടു. വേദപുസ്തകത്തിലെ ഈ ഒന്നാമത്തെ ശാപവസ്തുത വിലപ്പെട്ടതായ ചില പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നാം പാപം ചെയ്യുമ്പോൾ നാം വസിക്കുന്ന ഭൂമി ശപിക്കപ്പെടുകയാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ നിവസിക്കുന്ന ഈ ഭൂമിക്ക് ശാപം വരികയാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ പാർക്കുന്ന ഭവനം ശപിക്കപ്പെടുകയാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കുന്ന അവൻ്റെ പ്രവർത്തന മണ്ഡലം ശപിക്കപ്പെടുകയാണ്. അത് ബിസിനസ്സായാലും ശരി, കൃഷി ആയാലും ശരി, അവൻ്റെ ഓഫീസിലെ ജീവിതമാണെങ്കിലും ശരി, എന്താണെങ്കിലും മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ പ്രവർത്തന മേഖലകൾ ശപിക്കപ്പെടുകയാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഭൂമിക്ക് ശാപം വരികയാണ്. ഭൂമിയുടെ മേൽ ശാപം വരുന്നതുകൊണ്ട്, മനുഷ്യൻ്റെ പാപം മൂലം ശാപം വരുന്നതുകൊണ്ട് ഭൂമി കരയാനിട വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിയെന്ന്. ദേശം നിലവിളിക്കുകയാണ്, ദേശം കരയുകയാണ്. 18-ാം അധ്യായം 20-ാം വാക്യം, പിന്നെ യഹോവ സോദോമിൻ്റെയും ഗൊമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും ആ ദേശത്തിലെ ജനങ്ങളുടെ പാപം അതികഠിനവുമാകുന്നു. ദേശത്തിലെ ജനങ്ങളുടെ പാപം അതികഠിനമായതുകൊണ്ട് ദേശത്തിന് ശാപം വരുന്നു. ആ ദേശത്തിന്മേൽ നാശം വരുന്നു. ദേശത്തിന്മേൽ തീയും ഗന്ധകവും പെയ്യാൻ പോകുന്നു. ദേശത്തിന്മേൽ മഹാനാശം വരാൻ പോകുന്നു. സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതായിരിക്കും. നാശം വരുന്നു എന്നുള്ളതുകൊണ്ട്, മഹാവലിയ കെടുതി വരുന്നു എന്നുള്ളതുകൊണ്ട് ദേശം കരയുകയാണ്. കരയാൻ കാരണം അവിടെയുള്ള ജനങ്ങളുടെ പാപമാണ്. സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അവിടെയുള്ള ജനങ്ങളുടെ പാപം അതികഠിനവുമാകുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 38-ാം വാക്യം, അവിടെ കാണാം, മനുഷ്യൻ ജോലി ചെയ്യുന്ന വയലിൽ, അവൻ പണിയെടുക്കുന്ന കണ്ടത്തിൽ, അവൻ പണിയെടുക്കുന്നതായ പറമ്പിൽ അവൻ്റെ ഉഴച്ചാലുകൾ കരയാനിട വരുന്നുവെന്ന്. മനുഷ്യൻ അവിടെ അനീതി ചെയ്യുമ്പോൾ, അവിടെ അതിക്രമം ചെയ്യുമ്പോൾ, അവിടെ തിന്മ പ്രവർത്തിക്കുമ്പോൾ അവിടം ശാപയോഗ്യമായി തീരുകയും മനുഷ്യൻ്റെ പാപം മൂലം ആ ഭൂമി അതിൻ്റെ ഉഴച്ചാലുകൾ കരയുകയും ചെയ്യുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 38-ാം വാക്യം, എൻ്റെ നിലം
എന്റെ നേരെ നിലവിളിക്കുകയോ എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിന്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ അതിന്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഉഴച്ചാലുകൾ എന്തിനാണ് കരയുന്നത്? ഭൂമിയിലെ നിലം കരയുന്നത് എന്തിനാണ്? നിലം കരയുന്നു, ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുന്നു. അവിടെ പണി ചെയ്യുന്ന മനുഷ്യൻ അനീതി പ്രവർത്തിക്കുന്നു, അവിടെ അഴിമതി നടന്നിരിക്കുന്നു, അവിടെ അന്യായം നടന്നിരിക്കുന്നു, അവിടെ ഒരുപക്ഷെ അതിരുമാറ്റിയിരിക്കുന്നു, അവിടെ ഒരുപക്ഷെ പാവപ്പെട്ടവനെ ദ്രോഹിച്ചിരിക്കുന്നു, അവിടെ സാധുവിൻ്റേത് കവർ ചെയ്തിരിക്കുന്നു, നിസ്സഹായനും ദുർബലനുമായവനെ കവർ ചെയ്ത് ആ ഭൂമി തട്ടിയെടുത്തതായിരിക്കാം. അതിൻ്റെ ഉഴച്ചാലുകൾ കരയുകയാണ്. ആ ഭൂമി നിലം കരയുകയാണ്, നില നിലവിളിക്കുകയാണ്. വീണ്ടും വായിക്കാം ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നു. ചുമരിലെ കല്ല് നിലവിളിക്കുന്നു. ആ മുറിയിൽ നടന്നതായ അഴിമതി, അവിടെ നടന്നതായ അതിക്രമം, ആ മുറിയിൽ നടന്നതായ കൊലപാതകമാകാം, വ്യഭിചാരമാകാം, തിന്മ പ്രവൃത്തികളാകാം, ഗൂഢാലോചനകളാകാം, കൊള്ളരുതായ്മകളാകാം. ആ മുറിയിൽ നടന്നതായ വൃത്തികേടുകൾ മൂലം മുറിയിലെ കല്ലുകൾ നിലവിളിക്കുന്നു. ചുമരിൽ നിന്ന് കല്ല് നിലവിളിക്കുന്നു. മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുന്നു. മരപ്പണിയും അറിയുന്നു, കല്ലും അറിയുന്നു. നിർജീവമായ വസ്തുക്കൾ പോലും എല്ലാം മൂകസാക്ഷികളാണ് എന്ന്. മനുഷ്യൻ്റെ തിന്മയ്ക്ക് നിർജീവമായ വസ്തുക്കൾ കല്ലും മരവും മൂകസാക്ഷികളായി നിൽക്കുന്നുവെന്ന്, അവ കരയുന്നുവെന്ന്. ഹോശയ്യ പ്രവാചക പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. വയലിലെ മൃഗങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, ദേശത്തെ നിവാസികൾ ക്ഷീണിച്ചു പോകുന്നു, വയലിലെ മൃഗങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, പറവകളും ക്ഷീണിച്ചു പോകുന്നു. എല്ലാറ്റിനും നാശം വരുന്നു. കാരണം ദേശത്ത് അതിക്രമം നടന്നിരിക്കുന്നു. 1-ാം വാക്യം മുതൽ വായിക്കാം. ഇസ്രായേൽ മക്കളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹോശയ്യ പ്രവാചകൻ എഴുതുകയാണ്, ഇസ്രായേൽ മക്കളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദൈവമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവരാണയിടുന്നു, ഭോഷ്ക് പറയുന്നു, നുണ പറയുന്നു, കൊല ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, വീട് മുറിക്കുന്നു, ഭവനഭേദനം നടത്തുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോടെ രക്തപാതകം കൂട്ടുന്നു, കൊലപാതകത്തോട് കൊലപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും കരയുന്നു, വയലിലെ മൃഗങ്ങൾ കരയുന്നു, ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. എല്ലാം നാശം വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? മനുഷ്യന്റെ പാപം മൂലം ദേശത്തിന്മേൽ ശാപം വരുന്നു. മനുഷ്യൻ ചെയ്ത പാപം മൂലം ശാപം വരികയാണ്. നമ്മുടെ ഭവനത്തിൽ ശാപമുണ്ടോ? നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ പറമ്പിൽ, നമ്മുടെ കൃഷിസ്ഥലത്ത് ശാപമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ജോലി ചെയ്യുന്നിടത്ത് ശാപമുണ്ടോ? അഴിമതികൾ നടന്നിട്ടുണ്ടോ? അന്യായങ്ങൾ നടന്നിട്ടുണ്ടോ? പാവപ്പെട്ടവന് നീതി ലഭിക്കാതെ പോയിട്ടുണ്ടോ? സാധുവിന് ന്യായം നടത്തി കിട്ടാതെ പോയിട്ടുണ്ടോ? സാഗതിയായവനെ, നിസ്സഹായനെ സഹായിക്കാതെ പോയിട്ടുണ്ടോ? അവന് ദ്രോഹം വന്നിട്ടുണ്ടോ? അന്യായത്തിന് കൂട്ടുനിന്നിട്ടുണ്ടോ? സ്വന്തം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും അന്യായം ചെയ്യുവാൻ കൂട്ടുനിന്നിട്ടുണ്ടോ? നോക്കുക, ദേശത്തിന് നാശം വരും, ആ സ്ഥലത്തിന് നാശം വരും. എല്ലാം ദൈവസന്നിധിയിൽ കുറിച്ച് വെച്ചിരിക്കുന്നു. എല്ലാം ദൈവസന്നിധിയിലുണ്ട്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കണ്ടത് എന്താണ്? നിന്റെ പാപം മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. പാമ്പിനോട് ദൈവം കൽപ്പിച്ചു, നീ എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കും. ദൈവം വന്നു, ഏതെൻ തോട്ടത്തിലൂടെ ദൈവം നടന്നു. ആദാമിനെ ദൈവം വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ആദാം ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ ഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കാം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. ഞാൻ നഗ്നനാണ്, നിന്റെ ഒച്ച ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോയി, ഞാൻ ഒളിച്ചു. എന്നും വെയിലാറുന്ന സമയത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടി അണയാറുള്ള മനുഷ്യൻ ഇന്ന് അകന്നു മാറുകയാണ്. അവനിന്ന് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവന് സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവന് ധൈര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവന് ദൈവ സാന്നിധ്യത്തിനുള്ളതായ ദാഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഭയം വന്നവൻ അകന്നു മാറുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു.
നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവം ചോദിച്ചു, നീ നഗ്നനെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അവന്റെ തെറ്റ് ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. നീ എന്റെ കൽപ്പന ലംഘിച്ചുവോ? തിന്നരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചത് ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ തിന്നു എന്നവൻ പറഞ്ഞു. പക്ഷേ അവൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് വേറൊരു കാര്യമാണ്. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ എനിക്ക് വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. ഞാൻ തിന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് ന്യായീകരണം പറയുകയാണ്. എന്നും പാപം ചെയ്യുന്ന മനുഷ്യന് അതിന് ന്യായീകരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക. നമുക്കൊരു കാരണവശാലും ഒരു ന്യായീകരണവും വരരുത്. നമ്മുടെ തെറ്റിന് ന്യായീകരണം വരരുത്. നമ്മുടെ തെറ്റിന് പിൻബലമായി അവകാശവാദം വരരുത്. ക്ലെയിംസ് പാടില്ല, ജസ്റ്റിഫിക്കേഷൻസ് പാടില്ല, സെൽഫ് ജസ്റ്റിഫിക്കേഷൻസ്, സ്വയനീതീകരണം പാടില്ല, സ്വയന്യായീകരണം പാടില്ല, ക്ലെയിംസും പാടില്ല, ഒരവകാശവാദവും പാടില്ല. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ എനിക്ക് തന്നു, വൃക്ഷഫലം ഞാൻ തിന്നു. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ, നീ പറഞ്ഞത് അവൾ എന്നോട് ഇരിക്കണമെന്നല്ലേ, എനിക്ക് തുണയായിരിക്കുമെന്നല്ലേ, തക്ക തുണയായിരിക്കുമെന്നല്ലേ, എന്നോട് ഇരിപ്പാനല്ലേ നീ തന്നത്. ഞാൻ ആ വൃക്ഷഫലം തിന്നില്ലെങ്കിൽ ആ സ്ത്രീ ഒരിടത്തും ഞാൻ വേറൊരിടത്തുമായി പോകുമല്ലോ. എന്നോട് ഇരിപ്പാൻ നീ തന്നതല്ലേ. അതുകൊണ്ട് നിൻ്റെ വചനപ്രകാരം അവൾ എന്നോട് ഇരിക്കണമെങ്കിൽ ഞാനും ആ വൃക്ഷഫലം തിന്നണമല്ലോ. ന്യായം പറയുകയാണ്. മനുഷ്യൻ തന്ത്രപൂർവം ദൈവത്തോട് ന്യായം പറയുകയാണ്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഈ ഭയാനകമായ യുഗത്തിൽപ്പെട്ട് കിടക്കുന്നു. ദൈവത്തോട് ന്യായം പറയുകയാണ്. നമുക്ക് എല്ലാം ഉണ്ട് ന്യായങ്ങൾ. നാം ചെയ്യുന്ന തിന്മകൾക്ക് ന്യായീകരണം കണ്ടെത്താറുണ്ട്. എന്തെങ്കിലുമല്ല ന്യായം നാം പറയും. സാത്താനെ വഞ്ചിച്ചു എന്ന് പറയും വേണമെങ്കിൽ. പിശാചിനെ ചതിച്ചു, ഞാൻ ദുർബലനല്ലേ, ഞാൻ ബലഹീനനല്ലേ, എനിക്ക് സാധിക്കുമോ, ഞാൻ മാലാഖയൊന്നുമല്ലല്ലോ, എനിക്ക് ബലഹീനത വന്നുപോയി, എന്നെക്കൊണ്ട് മാനുഷികമായ ബലഹീനതയെ നേരിടാൻ എനിക്ക് കഴിവില്ലാതെ പോയി. മനുഷ്യൻ സ്വയം അവൻ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. ഇവിടെ പറയുകയാണ്, എന്നോട് ഇരിപ്പാൻ നീ തന്ന സ്ത്രീ എനിക്ക് വൃക്ഷഫലം പറിച്ചു തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ചതിന് ദൈവം സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഞാനൊരു ദുർബല സ്ത്രീയല്ലേ, ഞാനൊരു ബലഹീന സ്ത്രീയല്ലേ, ഈ പാമ്പാണ് ഈ ദോഷമെല്ലാം ചെയ്തത്. ആ ദുഷ്ടനായ പാമ്പെന്നെ ചതിച്ചു, ഞാൻ എന്തു ചെയ്യും? എനിക്കതിനെ നേരിടാനുള്ള കെൽപ്പുണ്ടോ? ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ ബലഹീന പാത്രമല്ലേ, ഇനി കഴിവില്ലാതെ പോയി, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പാമ്പിനോട് പറഞ്ഞു, നീ ശപിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നീ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ഉരസ് കൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദത്തമാണ് നാം ഇവിടെ കാണുന്നത്. വേദപുസ്തകത്തിലെ അതിശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം എന്താണ്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഏറ്റവും മനോഹരമായൊരു വാഗ്ദത്തം. അവൻ നിന്റെ തല തകർക്കും. ആര്? സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. പ്രിയപ്പെട്ടവരെ, ഇത് അക്ഷരീയമായി നിറവേറിയത് ഗോകുൽത്തായിലെ കുരിശിലാണ്. ഗോകുൽത്തായിലെ കുരിശ് മരണത്തിൽ വാസ്തവമായി ഈ സംഭവം നടന്നു. സാത്താൻ്റെ തല തകർത്തു. സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയും. സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് അപ്പോസ്തലനായ പൗലോസോട് പറയുന്നുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. അതിക്രമങ്ങളൊക്കെയും മായിച്ചു, നമുക്ക് വിരോധമായിരുന്നതായ കൈയെഴുത്ത് മായിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം കുരിശിൽ തറച്ചു. സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കി. വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, നമ്മുടെ പാവങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്,
ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച്, അതിക്രമങ്ങൾ മൂലം നമുക്ക് എതിരെ വന്നിരുന്നതായ കൈയെഴുത്ത് അത് മായിച്ചു കളഞ്ഞിട്ട് ക്രൂശിൽ തറച്ചു, അതെല്ലാം ആ കടച്ചീട്ടെല്ലാം കുരിശിന്മേൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പാപങ്ങളെല്ലാം ദൈവം നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. വാഴ്ചകളും അധികാരങ്ങളും ആകുന്ന പൈശാചിക സേനകളെയെല്ലാം അവരുടെ ആയുധവർഗം താഴെ വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിന്മേൽ ആ പൈശാചിക ശക്തിയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരെ പരസ്യമായ കാഴ്ചയാക്കി. സാത്താന്റെ തല തകർത്തു, ദുഷ്ടപിശാചിന്റെ തല തകർത്തു, ദുഷ്ടനായ പൈശാചികന്റെ തല തകർത്തു, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർത്തു, കുരിശിന്മേൽ ജയോത്സവം കൊണ്ടാടി. പ്രിയപ്പെട്ടവരെ, അതാണ് വാഗ്ദത്തം എന്ന് പറഞ്ഞത്. ഏദൻ തോട്ടത്തിൽ ശാപം അവിടെ വന്നു, എന്നാൽ ശാപത്തോടുകൂടെ ദൈവത്തിൻ്റെ കരുണ ഒരു വാഗ്ദത്തം തരികയാണ്. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ മേൽ ശാപം വന്ന കാര്യം പ്രസ്താവിച്ചു. ഉടനെ തന്നെ ദൈവത്തിൻ്റെ കരുണ മനുഷ്യന് ശാപമോചനത്തിനുള്ളതായ വഴി തുറക്കുകയാണ്. മനുഷ്യൻ ശപിക്കപ്പെടുമ്പോൾ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഒരു വഴി ദൈവം തുറക്കുകയാണ്. ശാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കുവാൻ ഒരു വഴി ദൈവം കാണിച്ചു തരികയാണ്. എന്താണ് വഴി? അത് ദൈവം തന്നെ ചെയ്തതാണ്, ദൈവം തന്നെ തന്നതാണ്, ദൈവം തന്നെ നിരൂപിച്ചതാണ്. ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരനായ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞത് മൂലം നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി സൃഷ്ടിച്ചു തന്നു. നമുക്ക് വേണ്ടി ഒരു ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചു തന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയും, നമുക്ക് ജീവനുള്ള പുതുവഴി ദൈവം സൃഷ്ടിച്ചു തന്നു. ജീവനുള്ള ഒരു പുതുവഴി ഗോകുൽത്തായിൽ തുറന്നു തന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു പുതിയ മാർഗം ദൈവം തുറന്നു തന്നു. സഹോദരങ്ങളെ, നാം ആരും നിരാശപ്പെടേണ്ട. പാപം മൂലം ശാപം വന്നെങ്കിലും, പാപം മൂലം നമ്മുടെ കുടുംബത്തിന്മേൽ ശാപം ഉണ്ടായെങ്കിലും, പാപം മൂലം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശാപം വന്നെങ്കിലും, ശാപങ്ങളെല്ലാം മാറ്റുവാൻ ഇതാ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് വേണ്ടി ക്രിസ്തു ശാപമായി തീർന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പാപം മൂലം ശാപം മനുഷ്യന്റെ മേൽ വന്നു. എന്നാൽ മനുഷ്യൻ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണം, ജീവനുള്ള ദൈവത്തിന് ന്യായപ്രമാണം പറയുന്നു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ ശപിക്കപ്പെടാനാകുന്നുവെന്ന്. ന്യായപ്രമാണം പറയുന്നു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ മരിക്കണമെന്ന്. ന്യായപ്രമാണം പറയുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന്. ക്രിസ്തു നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങി. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്നിട്ടോ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. തൻ്റെ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത് ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. സഹോദരങ്ങളെ, ഈ മഹാസത്യം നാം അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. എൻ്റെ ശാപമെല്ലാം മാറുന്നു. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശാപങ്ങളെല്ലാം മാറുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞോ അറിയാതെയും വന്നുപോയ സകല അകൃത്യങ്ങളും സകല പാപങ്ങളും സകല തിന്മകളും എല്ലാം ക്ഷമിക്കുന്നു. എല്ലാം ക്ഷമിക്കുന്നത് എങ്ങനെ? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപത്തിന് മറുവിലയായി തീർന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് മറുവിലയായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഒരു ചെറിയ ലളിതമായ കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കടബാധ്യത ഉണ്ടെന്നിരിക്കട്ടെ, വലിയൊരു കടബാധ്യത. ഈ കടബാധ്യത തീർക്കാൻ നമ്മളെ കൊണ്ടാവില്ല. നാം എത്ര ശ്രമിച്ചാലും കടം തീരുകയില്ല. നാം എത്ര യത്നിച്ചാലും കടം തീരുകയില്ല. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള സകലവും
ഏറ്റെടുക്കാൻ ഒരു ധനികനായ മനുഷ്യൻ തയ്യാറാകുന്നു. നമ്മുടെ അക്കൗണ്ടെല്ലാം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടെല്ലാം നമ്മുടേതായി എക്സ്ചേഞ്ച് ചെയ്യുന്നു, നമ്മുടേതായി ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻ്റെ അക്കൗണ്ട് അതിനകത്ത് കടമയേ ഉള്ളൂ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കടമയേ ഉള്ളൂ, അതിൽ ധനമൊന്നുമില്ല, എല്ലാം കടം. വീട്ടാൻ വകയില്ല, കൊടുത്തു തീർക്കാൻ മാർഗമില്ല, എല്ലാം കടം. എന്നാൽ ഈ സമ്പന്നനായ മനുഷ്യന് എന്നോട് കരുണ തോന്നി. ആ സമ്പന്നനായ മനുഷ്യൻ എന്നോട് സൗജന്യമായ സ്നേഹം തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ അക്കൗണ്ട് അദ്ദേഹത്തിൻ്റേതായി അദ്ദേഹം മാറ്റിയെടുത്തു. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇത് മാനുഷികമായ രീതിയിൽ സംഭവിക്കാവുന്ന ഒന്നല്ല എന്ന് നമുക്ക് തോന്നാം, പക്ഷേ സംഭവിച്ചു. എൻ്റെ പാപത്തിൻ്റെ അക്കൗണ്ടെല്ലാം കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. യേശുക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലുള്ള സ്നേഹവും വിശുദ്ധിയും കാരുണ്യവും നന്മകളും എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തന്നു. ഞാനെന്ന് പറയുന്ന മനുഷ്യന് സ്വന്തമായിട്ടുള്ളത് കടമാണ്. ഞാനെന്ന് പറയുന്ന മനുഷ്യന് സ്വന്തമായിട്ടുള്ളത് പാപമാണ്. എൻ്റെ വകയായിട്ടുള്ളതെല്ലാം തിന്മയാണ്. എനിക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുകയില്ല. എനിക്ക് തിന്മയേ ഉള്ളൂ. എൻ്റെ ചിന്തകളിൽ തിന്മ, എൻ്റെ മനോഭാവത്തിൽ തിന്മ, എൻ്റെ വാക്കുകളിൽ തിന്മ, എൻ്റെ പ്രവൃത്തികളിലും തിന്മ, ദോഷമേ ഉള്ളൂ. നന്മയുടെ കണിക പോലും എന്നിൽ നിന്ന് വരാൻ സാധ്യതയില്ല. കാരണം ജന്മന ഞാൻ പാപിയാണ്. എൻ്റെ ആകത്തുക പാപമാണ്. എൻ്റെ രക്തം പാപമയമാണ്. എൻ്റെ പ്രകൃതി പാപമയമാണ്. എൻ്റെ സ്വഭാവം പാപമയമാണ്. ഞാനെന്ന് പറയുന്ന മനുഷ്യന് തിന്മയെ ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്നാൽ എനിക്ക് പകരമായി യേശുവിൻ്റെ നന്മയെല്ലാം എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. യേശുവിൻ്റെ നന്മയെല്ലാം എന്നിലേക്ക് തന്നിട്ട് എൻ്റെ തിന്മയെല്ലാം യേശു ഏറ്റെടുത്തു. തിന്മ യേശു ഏറ്റെടുത്തതുകൊണ്ട് തിന്മയ്ക്ക് ശിക്ഷ മരണമാണല്ലോ. അതുകൊണ്ട് യേശു കുരിശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. തിന്മ യേശു ഏറ്റെടുത്തതുകൊണ്ട്, എൻ്റെ പാപം യേശു ഏറ്റെടുത്തതുകൊണ്ട് പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം യേശു ഏറ്റെടുത്തു. അതുകൊണ്ട് എനിക്ക് ജീവൻ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ ഉദാഹരണം അത് മുഴുവനും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷയും യേശു ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനായി ഈ ആളത്വം സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ സകല തിന്മകളും മാറുകയും ക്രിസ്തു നമ്മിൽ അധിവസിക്കുകയും ചെയ്യുന്നു. ക്രൂശിൽ മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇതുവരെയും വന്നുപോയ പാപങ്ങളെല്ലാം കഴുകിത്തരുന്നു. വന്നുപോയ തിന്മകളെല്ലാം ക്ഷമിച്ചു തരുന്നു. വന്നുപോയ സകല ദോഷങ്ങളും, സകല പാപ പ്രകൃതികളും, സകല പാപ ചിന്തകളും, സകല പാപ വാക്കുകളും, സകല പാപ പ്രവൃത്തികളും, സകല പാപ മനോഭാവങ്ങളും എല്ലാം കഴുകിത്തരുന്നു. എല്ലാം ഇല്ലായ്മ ചെയ്യുന്നു. ബോർഡിൽ എഴുതിയതെല്ലാം തൂത്തുകളയുന്നത് പോലെ, എല്ലാം മായ്ച്ചു കളയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പാപങ്ങളുടെ എല്ലാ കൈയെഴുത്തും എല്ലാം മായ്ച്ചു കളയുന്നു. എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി, യേശുക്രിസ്തുവിൻ്റെ കാരുണ്യം, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, യേശുക്രിസ്തുവിൻ്റെ ഹൃദയം അതിങ്ങോട്ട് സൗജന്യമായി പകരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നിസ്സാര കാര്യമല്ല. ഒരു അത്ഭുതമാണ് കാൽവറിയിൽ നടന്നത്. ഈ അത്ഭുതകരമായ കൈമാറ്റമാണ് കാൽവറിയിൽ നടന്ന രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ദയവായി ചിന്തിക്കൂ. നിങ്ങളുടെ സകല കടങ്ങളും ഏറ്റെടുക്കുന്ന ആ മഹാസ്നേഹത്തെ ഗോകുൽത്തായിലെ കുരിശിൽ നിങ്ങൾ കാണുക. ആ നിത്യസ്നേഹത്തെ കുരിശിലേക്ക് നോക്കി നിങ്ങൾ കാണുക. നിങ്ങളുടെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ട്, നിങ്ങളുടെ സകല ശാപങ്ങളും ഏറ്റുകൊണ്ട്, സകല തിന്മകളും ഏറ്റുകൊണ്ട്, നിങ്ങൾ ചെയ്തു കൂട്ടിയതായ എണ്ണമില്ലാത്ത പാപങ്ങളുടെ എല്ലാം ശിക്ഷ സ്വയം വഹിച്ചുകൊണ്ട്, ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രൻ, ഒരു തിന്മയും ഏശാത്ത ദൈവപുത്രൻ, പാപത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ദൈവപുത്രൻ എല്ലാം ഏറ്റുകൊണ്ട് കുരിശിൽ പിടയുന്നത് നിങ്ങൾ കാണുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുരിശിൽ കിടക്കുന്ന രക്ഷകനെ നിങ്ങൾ കാണുക. ആ കുരിശിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടുകയാണ്. ആ കുരിശിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുകയാണ്. നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടുകയാണ്. സകലവും ആഞ്ഞു പോവുകയാണ്. സകല ശാപങ്ങൾ നീങ്ങിപ്പോവുകയാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിന് തല ചതയ്ക്കുകയാണ്. ദുഷ്ടപിശാചിന്റെ തല തകർത്ത് നമുക്ക് കർത്താവ് മോചനം തരികയാണ്. നമ്മെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുകയാണ്. നരകത്തിലേക്ക് പോകേണ്ടവരായി നമ്മെ, നരകത്തിലേക്ക്, നാശത്തിലേക്ക്, നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ടവരായി നമ്മെ പിടിച്ചു നിർത്തി, നമ്മെ തടഞ്ഞു നിർത്തി സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ്. സ്വർഗ സന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. അർഹതയില്ല പ്രിയരെ,
ദൈവരെ നമുക്ക് അർഹതയില്ല, ഇതെനിക്ക് അർഹതയില്ല എന്ന് ഗ്രഹിക്കുമ്പോഴാണ് സ്തുതി ഉയരുന്നത്, അപ്പോഴാണ് ആരാധന ഉയരുന്നത്. എനിക്ക് അർഹതയില്ലാത്ത സൗഭാഗ്യം ഉടയവനെ നീ എനിക്ക് തന്നല്ലോ, ഞാൻ മഹാഭാവി ആയിരുന്നിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ, തിന്മ മാത്രം ചെയ്യാൻ ശീലിച്ചിട്ടുള്ള എനിക്ക് നന്മയുടെ അംശം, നന്മയുടെ അവകാശം നീ തന്നല്ലോ. നാഥ, അതിന് സ്നേഹം എത്ര വലുത്. നാം താഴുകയാണ്, നാം വിനയപ്പെടുകയാണ്, നാം ആരാധിക്കുകയാണ്, നാം സ്തുതിക്കുകയാണ്. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കയറ്റുവാൻ നാം യോഗ്യരായി തീരുകയാണ്. അപ്പോഴാണ് നിൻ സ്തുതിയും ഹാലേലുയായും കർത്താവെ നിർത്തരുതേ എന്ന് നാം പാടിപ്പോകുന്നത്. അപ്പോഴാണ് നിന്നെ സ്തുതിക്ക് നിന്ന് മൗനമായിരിക്കാനും നിന്നെ പോഴത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ എന്ന് പറയുന്നത്. അപ്പോഴാണ് പിതാവ് പുത്രൻ പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടനും സ്തുതിക്കപ്പെട്ടനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി ഹാലേലുയ്യ എന്ന് നാം അട്ടഹസിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് സ്തുതി, അതാണ് ആരാധന, അതാണ് സ്തോത്രം, അതാണ് ആത്മീയ ജീവിതം. ആ ആത്മീയ ജീവിതത്തിന് സൗഭാഗ്യത്തിൻ്റെ ശ്രേയസ്സിലേക്കും ആ ഉന്നത ശ്രേണിയിലേക്കും കടന്നു വരുവാൻ സ്നേഹവാനായ ദൈവം നിങ്ങളെ വളരെ താല്പര്യത്തോടും വളരെ ദയോടും കൂടെ ക്ഷണിക്കുന്നു. വരിക, സന്തോഷം അനുഭവിക്കുക, സൗഭാഗ്യം അനുഭവിക്കുക, ശാപങ്ങൾ മാറ്റുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും തഴുകണമേ. നാഥ, നിൻ്റെ ഈ പ്രിയമക്കളുടെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. കർത്താവേ, നിൻ്റെ മക്കളുടെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ദുഃഖത്തിലും ഞെരുക്കത്തിലും വലയുന്നവർക്ക് സമാധാനം നൽകണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും സ്വൈര്യവും വഹിക്കണമേ. എല്ലാ നന്മകളാൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അടുത്ത രണ്ടാമത്തവരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.